നമ്മുടെ ഡേ ടു ഡേ മൊബൈൽ ലൈഫിൽ ഇപ്പം അങ്ങനെയാ പറയല് മൊബൈൽ ലൈഫ് അതടക്കട്ടെ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് വീഡിയോ. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. നമ്മൾ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് പോകുന്നതിന്റെ മുന്നേ ഒരു കാര്യം, ഈ ടച്ച് ചെയ്യുന്ന ഈ പെന്ന് ഇത് എവിടുന്ന് വാങ്ങിയതാണ്, എന്താണ് ഇതിന്റെ വില എന്നൊക്കെ ഓരോരുത്തർ കമന്റ് ഇട്ടോ അല്ലാണ്ടൊക്കെ ചോദിച്ചിക്ക്. നമ്മൾ ഈ പെന്നിന്റെ വീഡിയോ ചെയ്തിക്ക്, ഇത് എവിടെന്നാ വാങ്ങേണ്ടി, എത്ര പൈസ എന്നൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞേക്ക്. വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിങ്ങൾക്ക് കാണാം. നമ്മളെ സെക്കൻഡ് ചാനലാണ് വീഡിയോ ചെയ്തത്. ആ വീഡിയോ കണ്ടിട്ട് ആവശ്യക്കാർ വാങ്ങുക, അഭിപ്രായം അറിയിക്കുക. നമുക്ക് നമ്മളെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് പോവാം. ഒന്നാമത്തത്, നമുക്ക് വാട്സപ്പിൽ ഒരുപാട് സ്റ്റാറ്റസുകൾ വരും. നല്ല സ്റ്റാറ്റസുകൾ കാണുന്നേരം ഇത് നമ്മളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്കും ഇത് സ്റ്റാറ്റസ് ആയിട്ട് വെക്കണം എന്ന് തോന്നുന്നേരം അത് സേവ് ചെയ്യാന് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാന് നമ്മൾ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കും. എന്നാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെ വാട്സപ്പിൽ വരുന്ന ഏത് സ്റ്റാറ്റസും നമുക്ക് ഒരു ആപ്ലിക്കേഷന്റെയും സഹായം ഇല്ലാണ്ട് ഡൗൺലോഡ് ചെയ്യോ, ഷെയർ ചെയ്യോ, സേവ് ചെയ്യോ, എന്തും ചെയ്യാം. അതിനുള്ള ഓപ്ഷൻ എവിടെയുള്ളതെന്ന് വെച്ചാൽ, ഇതിപ്പോ റെഡ്മിന്റെ ഫോണാണ്. റെഡ്മിന്റെ ഫോണിൽ നമുക്ക് കാണാത്ത സ്റ്റാറ്റസും നമ്മളെ ഗാലറി കിട്ടും. ഗാലറിയിൽ അല്ല, ഫയൽ മാനേജറിൽ. അതെവിടെ ഉണ്ടാവുക? നിങ്ങൾ ഫോണിലുള്ള ഫയൽ മാനേജർ ഓപ്പൺ ചെയ്താൽ, എല്ലാ ഫോണിലും ഉണ്ടാകും ഫയൽ മാനേജർ. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്താൽ വാട്സപ്പ് എന്ന് പറഞ്ഞിട്ട് അതിന് പ്രത്യേകമായിട്ടൊരു സംഭവം കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഈ മേലെ കാണുന്നതൊക്കെ സ്റ്റാറ്റസുകളാണ്. ഇവിടെ വാട്സപ്പ് എന്നുള്ള ഒരു പ്രത്യേക ഫോൾഡർ ഉണ്ടാവും. ആ ഫോൾഡർ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഒക്കെ മേലെ തന്നെ വന്ന് കാണാം. റീസെന്റ് ആയിട്ടുള്ള സ്റ്റാറ്റസ് ഒക്കെ വന്ന് കാണാം. ഇതിവിടെ നിങ്ങൾക്ക് സേവ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫോൾഡറിലേക്ക് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ആയിട്ട് ഷെയർ ചെയ്യുക, എന്തും ചെയ്യാം, എങ്ങനെയും ചെയ്യാം. പക്ഷെ റെഡ്മിന്റെ ഫോണിലുള്ളതും മറ്റ് സാംസങ്ങിന്റെ ഒക്കെ ഫോണിലുള്ളതും ഒക്കെ ആയിട്ട് വ്യത്യാസമുണ്ട്. അതും കാണിച്ചു തരാം. വിവോന്റെ സാംസങ്ങിന്റെ ഒക്കെ ഫോണിൽ വ്യത്യാസമുണ്ട്, അതും കാണിച്ചു തരാം. ഇനിയിപ്പോൾ സാംസങ്, വിവോ പോലത്തെ ഫോണിലൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്താൽ അതിന്റെ സെറ്റിംഗ്സ് എടുക്കുക. മേലെ മൂന്ന് ഡോട്ടായിട്ട് അല്ലെങ്കിൽ ഗിയർ ഐക്കണായിട്ടൊക്കെ കാണും. ഓരോ ഫോണിൽ ഓരോ രീതിയിലാണ് കാണുക. അതിൽ ഷോ ഹിഡൻ ഫയൽസ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ഹിഡൻ ഫയൽസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാം. അതിനുശേഷം ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് ഇന്റേണൽ സ്റ്റോറേജ് അല്ലെങ്കിൽ ലോക്കൽ ഫയൽസ് എടുത്തിട്ട് അതിൽ വാട്സപ്പ് ഉണ്ടാവും. താഴെ ഉണ്ടാവും വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ മീഡിയ എന്ന ഭാഗം എടുത്തു കഴിഞ്ഞാൽ മേലെ തന്നെ ഉണ്ടാവും സ്റ്റാറ്റസ്. ഇത് ആ ഷോ ഹിഡൻ ഫയൽസ് എന്നുള്ളത് ഓൺ ആക്കിയാലാ കാണും, അല്ലെങ്കിൽ കാണുകയില്ല കേട്ടോ. എന്നിട്ട് അത് ഓപ്പൺ ചെയ്താൽ നമുക്ക് വന്ന എല്ലാ സ്റ്റാറ്റസുകളും നമുക്ക് ഇവിടുന്ന് കാണാം, ഓപ്പൺ ചെയ്ത് നോക്കാം. എന്നിട്ട് അത് നമുക്ക് മറ്റൊരു ഫോൾഡറിലേക്ക് കോപ്പി ചെയ്തോ അല്ലെങ്കിൽ മൂവ് ചെയ്തോ വെക്കാം. ഇത് നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് ഇവിടുന്ന് എടുത്ത് വെക്കുകയും ചെയ്യാം. ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് നമുക്ക് ഷെയർ ചെയ്യുക, ഒരു PDF ആക്കി കൺവേർട്ട് ചെയ്യുക, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഇതിലുണ്ട്. അടുത്ത ഒരു പ്രശ്നമാണ്, വാട്സപ്പിൽ നമ്മളെ നമ്പർ കയ്യിലുള്ളവരൊക്കെ നമ്മളെ പിടിച്ചിട്ട് ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യുക. ഇങ്ങനെ ആഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പരിചയമുള്ള ആൾക്കാർ മാത്രം, അല്ലെങ്കിൽ ആരും ആഡ് ചെയ്യാത്ത രീതിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് തുറന്നിട്ട് അതിന്റെ മേലെയുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് എടുക്കുക. എന്നിട്ട് അതിൽ അക്കൗണ്ട്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തിട്ട് അക്കൗണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രൈവസി എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇതിൽ താഴെ ഗ്രൂപ്പ്സ് എന്നുണ്ടാവും. ഈ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക. അത് ഡീഫാൾട്ടായിട്ട് എവരി വണ്ണിലാണ് ഉണ്ടാകുക. അത് മുമ്പൊക്കെ 3 ഓപ്ഷൻ കൂടാതെ നൊബഡി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. ഈ 3 ഓപ്ഷനുള്ളൂ. എവരി വൺ, മൈ കോണ്ടാക്ട് എക്സെപ്റ്റ്. ഇതിൽ എവരി വൺ ആക്കിയ എല്ലാവർക്കും ആഡ് ചെയ്യുക. മൈ കോണ്ടാക്ട് ആക്കി കഴിഞ്ഞാൽ നമ്മളെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് നമ്മളെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യാനാവും. പിന്നെ ഈ മൈ കോണ്ടാക്ട് എക്സ്പെക്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്താൽ എല്ലാം സെലക്ട് ആവും. ഇതിൽ നമ്മൾ ടിക്ക് മാർക്ക് ഒഴിവാക്കുന്ന ആൾക്കാർക്ക് നമ്മളെ ഗ്രൂപ്പിലൊന്നും ആഡ് ചെയ്യാനാകില്ല. അപ്പം നിങ്ങൾക്ക് ആരൊക്കെ ആഡ് ചെയ്യണോ അവരൊക്കെ ടിക്ക് ചെയ്യുക, ബാക്കി ഒഴിവാക്കിയാൽ മതി. അപ്പം സിമ്പിളായിട്ട് നമുക്ക് ഈ ഗ്രൂപ്പിന്റെ പ്രൈവസി, ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്ന പ്രൈവസിയും സംരക്ഷിക്കാനാവും. ഇനി നമ്മളെ ലാസ്റ്റ് ട്രിക്സ്, വാട്സപ്പിൽ ചില മെസ്സേജ് വരും ഇങ്ങനെ ഒരു ഫോട്ടോ, അതിന്റെ കൂടെ കുറച്ച് ടെക്സ്റ്റ് ഒക്കെ ആയിട്ട്. ഇത് നമ്മൾ ഷെയർ ചെയ്യാൻ നോക്കുന്ന നേരം ടെക്സ്റ്റ് പോവുകയില്ല, ഫോട്ടോ മാത്രമാണ് പോകും. കണ്ടോ, ഫോട്ടോ മാത്രമേ പോയിക്കുള്ളൂ. പക്ഷെ ഇത് നമുക്ക് ഷെയർ ചെയ്യാൻ, ഇത് ഇങ്ങനെ തന്നെ ഷെയർ ചെയ്യാൻ എന്ത് ചെയ്യണം? അതിലൊന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തിട്ട് മേലെ ഷെയർ ഐക്കൺ എടുക്കുക. ഈ കൊക്കയും കൊളത്തും 2 കൊക്കയും കൊളത്തുള്ള ഐക്കല്ലേ, അതെടുത്താൽ നമുക്ക് വാട്സപ്പ് കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. വാട്സപ്പ് സെലക്ട് ചെയ്തിട്ട് എവിടേക്കാണോ ഷെയർ ചെയ്യേണ്ടത് ആ പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് സെൻഡ് ചെയ്യുക. സെൻഡ് ചെയ്യുന്ന നേരം ടെക്സ്റ്റിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ അതും നമുക്ക് ഇവിടുന്ന്
എഡിറ്റ് ചെയ്യാം. എന്നിട്ട് സെൻഡ് കൊടുത്താൽ ആ ഫോട്ടോയും ടെക്സ്റ്റും ഒന്നിച്ച് എങ്ങനെയാണോ നമുക്ക് വന്ന് അതുപോലെ തന്നെ നമുക്ക് സെൻഡ് ചെയ്യാനാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നിക്കേണ്ട തീർച്ചയായിട്ടും നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്ക് ചെയ്യുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങൾ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.